ആഘോഷവേളകളിൽ അല്പം മദ്യം കഴിക്കാതെ മനുഷ്യർക്ക് എന്ത് ആഘോഷം അല്ലേ? മദ്യപാനം ശീലമാക്കിയവര് ഏറെ ഉണ്ടെങ്കിലും കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഉല്ലാസത്തിന് മാത്രമായിട്ട് മദ്യം കഴിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് കൂടുതൽ ആൾക്കാരും. എന്നാൽ ഈ ശീലം എപ്പോഴായിരിക്കും ആരംഭിച്ചിരിക്കുക? ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഒരു പക്ഷേ മനുഷ്യകുലം ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പൂർവികരായ ബന്ധജീവി വർഗങ്ങൾ തുടങ്ങി വെച്ച ശീലമായിരിക്കുമല്ലേ ഇത്? എന്നാൽ അങ്ങനെയാണ് ഇതെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകര്. പങ്കിട്ട് മദ്യം സേവിക്കുന്ന ഒരു പറ്റം ചിമ്പാൻസികളുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടെത്തലിന് ആധാരം. പശ്ചിമ ആഫ്രിക്കയിൽ നിന്നുമാണ് ലഹരി സേവിക്കുന്ന ചിമ്പാൻസികളുടെ ദൃശ്യങ്ങൾ ഗവേഷകർ പകർത്തിയിരിക്കുന്നത്. എഥനോൾ അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ ബ്രെഡ് ഫ്രൂട്ട് എന്ന പഴം പൊളിച്ച അവസ്ഥയിൽ ചിമ്പാൻസികൾ പങ്കിട്ട് ഭക്ഷിക്കുകയായിരുന്നു. ഗിനിയ ബിസൌയിലെ കാൻഡൻ ഹെസ് ദേശീയ ഉദ്യാനത്തിൽ ഗവേഷകർ സ്ഥാപിച്ച മോഷൻ ആക്ടിവേറ്റഡ് ക്യാമറകളിലാണ് ചിമ്പാൻസികളുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. 10 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇതേ രീതിയിൽ അവ പഴം ഭക്ഷിക്കുന്നത് ഗവേഷകരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മനുഷ്യേതര വംശജരായ കുരങ്ങുവർഗം ഒരുമിച്ച് മദ്യം കഴിക്കുന്നതിന്റെ ആദ്യത്തെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. കൂട്ടമായി ചേർന്ന് മദ്യം സേവിക്കുന്ന രീതി മനുഷ്യന്റെ പരിണാമ കാലത്തേക്കാൾ പഴക്കം ചെന്ന ശീലമാണെന്ന ആശയത്തെ ഇത് ശരിവെക്കുന്നു എന്നാണ് ഗവേഷകരുടെ നിഗമനം. ചിമ്പാൻസികൾ പങ്കിട്ട് ഭക്ഷിച്ച പഴത്തിലെ ആൽക്കഹോളിന്റെ അംശം ഗവേഷകർ വിലയിരുത്തിയിരുന്നു. ഏറ്റവും ഉയർന്ന അളവ് 0.6% ആൽക്കഹോൾ ബൈവോളിയം ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് താരതമ്യേന കുറഞ്ഞ അളവാണെങ്കിലും ചിമ്പാൻസികളുടെ ഭക്ഷണത്തിൽ 60 മുതൽ 85% വരെ പഴങ്ങൾ മാത്രമാണെന്നിരിക്കെ വ്യത്യസ്ത പഴങ്ങളിൽ നിന്നായിട്ട് വലിയ അളവിലുള്ള ഉപഭോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. പ്രായഭേദമന്യേ ചിമ്പാൻസികൾ ആഫ്രിക്കൻ ബ്രെഡ് ഫ്രൂട്ട് പങ്കിട്ട് കഴിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പഠന സംഘമായ കിംബർലി ഹോക്കിൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ചിമ്പാൻസികൾ എല്ലാതരം ഭക്ഷണവും പങ്കിട്ട് കഴിക്കാറില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. മദ്യപാനത്തിന് ദോഷഫലങ്ങളാണ് ഏറെയെങ്കിലും ഒന്നിച്ചു ചേർന്ന് മദ്യം പങ്കിടുന്നതിലൂടെ സാമൂഹിക ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് അവസരം ഒരുങ്ങുന്നുണ്ട്. ഇതേ മാനസികാവസ്ഥയോടെ ആവാം ചിമ്പാൻസികളും കൂട്ടമായി ലഹരി സേവിക്കുന്നതെന്നാണ് കരുതുന്നത്. ഇതിനായിട്ട് ലഹരി അടങ്ങിയ പഴങ്ങൾ മനഃപൂർവ്വമായി അവ തേടിപ്പോകുന്നുണ്ടോ എന്നത് തിരിച്ചറിയാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ചിമ്പാൻസികളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ഈ ശീലം എത്തരത്തിൽ ബാധിക്കുന്നു എന്നും കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും ഈ സ്വഭാവ സവിശേഷത കൂട്ടുചേർന്നുള്ള ലഹരി പങ്കിടലിന്റെ ആദ്യ പരിണാമ ഘട്ടങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും UK യിലെ എക്സ്റ്റർ സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിലാണ് പഠനം നടന്നത്.